إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا ബഹുമാന്യരായ വിശ്വാസിനികളെ, പ്രപഞ്ച രക്ഷിതാവായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും കാത്തു സൂക്ഷിച്ച് അന്തിമ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉജ്ജ്വലവും ഉദാത്തവുമായ സുന്നത്തുകൾ അറിയുകയും പഠിക്കുകയും അനുവർത്തിക്കുകയും ചെയ്തുകൊണ്ട് രഹസ്യ പരസ്യ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും കാംക്ഷിക്കുന്ന യഥാർത്ഥ മുത്തഖികളായി ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഹജ്ജിൻ്റെ മാസങ്ങൾ എന്നറിയപ്പെടുന്നത് 3 മാസങ്ങളാണ്. ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ. ഹജ്ജിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി ഇഹ്റാമിൽ പ്രവേശിക്കുവാൻ അനുവാദം നൽകപ്പെട്ട സമയം എന്ന നിലക്കാണ് ഈ 3 മാസങ്ങളെ സംബന്ധിച്ച് അഷ്ഹുറുൽ ഹജ്ജ്, ഹജ്ജിന്റെ മാസങ്ങൾ എന്ന നിലയിൽ പരാമർശിക്കപ്പെടുന്നത്. ഹജ്ജിന്റെ കർമ്മങ്ങൾ ഈ പറയപ്പെട്ട മാസങ്ങളിൽ തുടങ്ങിയാലും ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യ 10 ദിവസങ്ങൾ മാത്രമാണ് അത് ആരംഭിക്കുവാനുള്ള അവസാന സമയങ്ങളായി നിർണയിക്കപ്പെട്ടതെങ്കിലും ആ മാസത്തിലെ തന്നെ പകുതിയോടുകൂടി ഹജ്ജിന്റെ കർമ്മം പൂർത്തിയാകാറുണ്ട് എങ്കിലും ഒരു മാസം എന്ന നിലയിൽ എണ്ണുമ്പോൾ ദുൽഹിജ്ജ മാസത്തെയും അഷ്ഹുറുൽ ഹജ്ജിന്റെ മാസങ്ങളിൽ എണ്ണുന്നത് അതിൻ്റെ ഒരു രീതിയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 197-ാം സൂക്തത്തിൽ അൽ ഹജ്ജു അഷ്ഹുറും മഅലൂമാത്ത്, ഹജ്ജ് എന്ന് പറയുന്ന കർമ്മം ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങളിൽ 5-ാമത്തെ ഇബാദത്തായി എണ്ണപ്പെട്ട ആ ഒരു കാര്യം അഷ്ഹുറുൻ മഅലൂമാത്ത്, അറിയപ്പെട്ട മാസങ്ങളിലാണ് അതിൻ്റെ പ്രവർത്തികൾ, അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക, നിർവഹിക്കപ്പെടുക എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ഈ 3 മാസങ്ങളെ സംബന്ധിച്ച് ഹജ്ജുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സന്ദർഭമായിട്ടാണ് ഇസ്ലാം വിശദീകരിച്ചിട്ടുള്ളത്. ഹജ്ജിനെ സംബന്ധിച്ച് നമുക്കറിയാവുന്ന ഒരു ബാലപാഠം
വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്ത് മനിസ്തതഅ ഇലൈഹി സബീല. കഴിവുള്ളവൻ, സാമ്പത്തിക സുസ്ഥിതിയുള്ളവൻ, സഞ്ചരിക്കുവാനും യാത്ര ചെയ്യുവാനും അവസരങ്ങൾ ഉള്ളവൻ, ഹജ്ജ് കർമ്മം നിർവഹിക്കുവാനുള്ള ആരോഗ്യവും ശേഷിയുമുള്ളവൻ, അയാളെ സംബന്ധിച്ചിടത്തോളം ആയുസ്സിൽ ഒരിക്കലെങ്കിലും ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നത് അയാളുടെ മേൽ ബാധ്യതയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്തു ആലു ഇമ്രാനിൽ വിശദീകരിക്കുന്നത്. പലപ്പോഴും ഇന്നും ഹജ്ജിന്റെ ഒക്കെ ഫൂട്ടേജുകളും അതിൻ്റെ റീലുകളും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കാണുമ്പോൾ ഇപ്പോഴും മാറ്റമില്ലാത്ത ഒരു പ്രവണതയായി കാണുന്നത് നരച്ചവർ, പ്രായമുള്ളവർ, വൃദ്ധരായ ആളുകളാണ് ഈ ഹജ്ജ് ചെയ്യുന്ന വിഷയത്തിൽ ശുഷ്കാന്തി കാണിക്കുന്നത് എന്നത് ഒരു ഉമ്മത്ത് എന്ന നിലയിൽ ഈ സമൂഹം ഈ വിഷയത്തെ വേണ്ട വിധം ഉൾക്കൊണ്ടിട്ടില്ല എന്നതിൻ്റെ തെളിവാണ്. ഒരു ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ എത്രയാണ് ചെലവ്? ഒരു 4, 5, 6, 7 ലക്ഷം പ്രൈവറ്റ് ഒക്കെയാണ് എങ്കിൽ ഏകദേശം 7-8 ലക്ഷം കൈവശമുള്ളവനാണ് ഹജ്ജ് ചെയ്യാൻ സാധിക്കുക. ആ 8 ലക്ഷം അല്ലെങ്കിൽ 7 ലക്ഷം എന്ന് പറയുമ്പോൾ അത് പല ആളുകളും അതൊന്നും എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്തതാണ് എന്ന് പറയാറുണ്ട്. പക്ഷേ അവൻ ഉപയോഗിക്കുന്ന വാഹനം 10, 15, 20 ലക്ഷത്തിൻ്റെതാണ്. അവൻ താമസിക്കുന്ന അവന്റെ പുരയിടം 20, 30, 50, 1 കോടിയുടേതുമാണ്. കയ്യിൽ അവൻ ആവശ്യത്തിന് പണമുണ്ട്. ഖത്തറിൽ ഒരു ഫിഫ വേൾഡ് കപ്പ് നടന്നപ്പോൾ അതിലേക്ക് പോകാൻ അവന്റെ കയ്യിൽ പണമുണ്ട്. എല്ലാ സന്ദർഭങ്ങളിലും ടൂർ പോകാനും സോളോ ട്രിപ്പ് അടിക്കാനും ഫാമിലി ട്രിപ്പ് അടിക്കാനും അവന്റെ കയ്യിൽ പണമുണ്ട്. ഹജ്ജിനെ കുറിച്ച് ചിന്തിക്കാൻ മാത്രം പണമില്ലാത്ത ആ സന്ദർഭത്തിൽ മാത്രം ഇല്ലായ്മയും വല്ലായ്മയും ദാരിദ്ര്യവും ചിന്തിക്കുന്ന ഒരു സമൂഹം. ഈ രംഗത്ത് പണ്ഡിതന്മാർ പറഞ്ഞ ഗൗരവപ്പെട്ട ഒരു സന്ദേശത്തിന്റെ ആശയം മാത്രം പറയാം. ഒരാള് ഒരു 28-30 വയസ്സായ സമയത്ത് ഹജ്ജ് ചെയ്യാനുള്ള ആരോഗ്യമുണ്ട്, വേണമെങ്കിൽ ഹജ്ജ് ചെയ്യുവാനുള്ള സാമ്പത്തികമായ സുസ്ഥിതിയും അയാൾക്കുണ്ട്. അത് ലിക്വിഡ് ക്യാഷ് തന്നെ ആവണമെന്നില്ല. അയാളുടെ പേരിൽ പുരയിടമുണ്ടാവാം, അയാളുടെ പേരിൽ ഉപയോഗപ്പെടുത്താത്ത ഏക്കർ കണക്കിന് സെന്റ് കണക്കിന് ഭൂമി ഉണ്ടാവാം. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അതിനുള്ള സുസ്ഥിതിയുണ്ട്. വീട് വിറ്റ് അങ്ങനെ ഹജ്ജ് ചെയ്യണം എന്നൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല. പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അതിനാവശ്യമായ പണമുണ്ട്. പക്ഷെ ആ സമയത്ത് അയാൾ ഹജ്ജിനെ കുറിച്ച് ചിന്തിച്ചില്ല. അയാൾ മറ്റു പല കാര്യങ്ങൾക്കും പണം ചെലവഴിക്കുന്നു. ഒരു 50, 60, 70 വയസ്സാവുമ്പോൾ ഹജ്ജ് ചെയ്യണം എന്ന വല്ലാത്ത ഒരു ആഗ്രഹമാണ്. ആ സമയത്ത് അയാളെ കയ്യിൽ പണവുമില്ല. അപ്പൊ അയാൾ പറയാണ്, എന്താ ചെയ്യാ, ആഗ്രഹിച്ചാൽ മാത്രം പോരല്ലോ, കയ്യിൽ പണവും വേണ്ടേ, നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമല്ലല്ലോ, ഒരു തൗഫീഖും വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒരു മനസ്സാക്ഷി കുത്തുമില്ലാതെ പോകുന്ന ആളുകളുണ്ട്. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് അയാൾക്ക് ബുലൂഗ് എത്തിയതിനു ശേഷം, പ്രായപൂർത്തി എത്തിയതിനു ശേഷം അയാൾക്ക് ഹജ്ജ് കർമ്മം ചെയ്യുവാനുള്ള ഇസ്തിതാഅത്ത്, അതിനുള്ള ഭൗതിക, ശാരീരിക, സാമ്പത്തിക സുസ്ഥിതി ഉണ്ടായതിനു ശേഷം പിന്നീട് അയാൾ ദാരിദ്ര്യത്തിലേക്ക് പോയാലും നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ ഈ ഇസ്ലാമിലെ ഈ നിർബന്ധ ഇബാദത്ത് അയാൾക്ക് ജീവിതത്തിൽ ഒരിക്കൽ ബാധ്യതയായ ഘട്ടത്തിൽ അയാൾ നിർവഹിക്കാത്തതിന്റെ പേരിൽ അയാൾ ചോദ്യം ചെയ്യപ്പെടുമെന്നാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിലുള്ള ആയത്തുകളും ഹദീസുകളും നിർദ്ധരിച്ചുകൊണ്ട് വിശദീകരിച്ചിട്ടുള്ളത്. ഈ വിഷയം ഗൗരവമായി നമ്മൾ കാണാം. ആരോഗ്യമുള്ള ആളുകൾ, ഇപ്പോഴും ഉംറ ചെയ്യാത്ത പല ആളുകളുണ്ട്. ഉംറ ചെയ്യാന്നത് ഇതൊരു നിർബന്ധ കാര്യം എന്ന നിലക്കല്ല, പക്ഷേ അള്ളാഹുവിന് വേണ്ടി അവനുള്ള ഇബാദത്ത് നിർവഹിക്കുവാനുള്ള വിഷയങ്ങളിൽ ആ രംഗത്ത് വലിയ താല്പര്യമൊന്നുമില്ലാതെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു ഉറക്കം തൂങ്ങി തളർവാദം പിടിച്ച പോലെയുള്ള ഒരു സമീപനം ഈ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ശരിയല്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജ് കർമ്മത്തിന്, ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിനുള്ള തീർത്ഥാടക സംഘങ്ങൾ, പല ബാച്ചുകൾ, ഗ്രൂപ്പുകൾ അവരുടെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. പലരും അടുത്ത ദിവസങ്ങളിൽ യാത്ര പോവുകയാണ്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹു മഖ്ബൂലും മബ്റൂറുമായ രൂപത്തിൽ ഹജ്ജ് കർമ്മം നിർവഹിച്ച് ആരോഗ്യത്തോടെ തിരിച്ചു വരുവാൻ അവർക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി നമ്മളെ കൂട്ടത്തിലുള്ള ആളുകൾ ഹജ്ജ് ചെയ്തവരുണ്ട്, ചെയ്യാത്തവരുണ്ട്, ഉംറ ചെയ്തവരുണ്ട്, ചെയ്യാത്തവരുണ്ട്. ഒരിക്കലെങ്കിലും ആയുസ്സിൽ ഒരിക്കലെങ്കിലും കഅബാലയത്തിലെത്താൻ,
നന്നേ ചുരുങ്ങിയത് ഉംറയെങ്കിലും ചെയ്യാൻ സാധിക്കുക എന്ന ഒരാഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജിന്റെ മാസവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കർമ്മം എന്നത് ഹജ്ജാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം. മറ്റൊരു കാര്യം, ഈ ഒരു സന്ദർഭത്തിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നവർ അല്ലാത്തവർ, അവരെ സംബന്ധിച്ചിടത്തോളം ഈ സന്ദർഭങ്ങളിൽ അവരുടെ ചിന്തകളിൽ, പ്രത്യേകിച്ച് ഇപ്പം നമ്മളെ കൂട്ടത്തിൽ ഹജ്ജിന് പോകുന്നവരല്ല ഇതിലുള്ളത് എങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ ഓർക്കേണ്ട ഒരു കാര്യം, ഈ സന്ദർഭത്തിൽ നമ്മുടെ ആലോചനകളിൽ ഗൗരവമായി കടന്നു വരേണ്ട ഒരു വിഷയമാണ് ബലികർമ്മം. വലിയ പുണ്യമുള്ള പ്രവൃത്തിയായിട്ടാണ് ഈദുൽ അദ്ഹ എന്ന ബലിപെരുന്നാൾ ദിനത്തോടനുബന്ധിച്ചുള്ള ഉളുഹിയത്തിനെ സംബന്ധിച്ച് ഇസ്ലാമിക പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ആ ഒരു വിഷയം അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ പാലിച്ചുകൊണ്ട് ബലിപെരുന്നാളിനോടനുബന്ധിച്ച് നിർവഹിക്കുന്ന ആ ബലികർമ്മമെന്ന ഉളുഹിയത്ത് ഇസ്ലാം വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഈ വിഷയത്തിലുള്ള ഇസ്ലാമിക പ്രമാണങ്ങളിലെ 3-4 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഒന്നാമത്തേത് ബലികർമ്മം. ബലികർമ്മം എന്ന് പറയുമ്പോൾ ഇന്ന് മുസ്ലിം സമൂഹത്തിൽ പലതരം വ്യതിയാന ചിന്തകൾ കടന്നു വരുന്നുണ്ട്. പലപ്പോഴും പല വിഷയങ്ങളും പറയുമ്പോൾ ആളുകൾക്ക് തോന്നും ഇവരിങ്ങനെ സംഘടന പറയാണ്, ഗ്രൂപ്പിസം പറയാണ്, ഇവർക്ക് ദഅവത്ത് നടത്തിയാൽ പോരെ, ഖുർആനും ഹദീസും പറഞ്ഞാൽ പോരെ, എന്തിനാണ് ഇവർ ഗ്രൂപ്പ് പറയുന്നത്, പാർട്ടി പറയുന്നത് എന്ന് പറയാറുണ്ട്. ഇസ്ലാമിക സമൂഹത്തിലേക്ക് കടന്നു വരുന്ന വ്യതിയാനങ്ങളെ, ആ വ്യതിയാനങ്ങളെ വെളുപ്പിക്കുന്നവരും ആ വ്യതിയാന ചിന്തകളെ നിസാരവൽക്കരിക്കുന്നവരുമാണ് പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ ഒരു ഉമ്മത്ത് എന്ന വികാരത്തിന് വേണ്ടി ശബ്ദിച്ചുകൊണ്ട് ഈ വ്യതിയാന ചിന്തകൾക്കെതിരെയുള്ള ശബ്ദത്തെ കെടുത്തുവാൻ പരിശ്രമിക്കാറുള്ളത്. നമ്മൾ ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിന്റെ കിതാബും അവിടുത്തെ പ്രവാചകന്റെ സുന്നത്തും സ്വഹാബത്ത് എങ്ങനെ ജീവിതത്തിൽ പകർത്തിയോ അതിനോടായിരിക്കണം നമുക്ക് കൂറ്. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു നിലപാടിനോടായിരിക്കണം നമുക്ക് പ്രതിബദ്ധതയുണ്ടാവേണ്ടത്. അതിനോട് യോജിക്കാത്ത പല നിലപാടുകൾ, പോളിഷ് ചെയ്ത നിലപാടുകൾ, എന്താ പറയുക, സാധാരണ നമ്മൾ പറയലുണ്ട് നല്ല ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടുള്ള ചില ആശയങ്ങൾ, അതിനെ നമ്മൾ ഒരിക്കലും ഏറ്റെടുത്തുകൂടാ. ഇന്ന് ആളുകൾക്കിടയിൽ കടന്നു വരുന്ന ഒരുപാട് ചിന്തകൾ, പല ആളുകളും പറയാ എന്തിനാ ഈ ഉളുഹിയത്ത് ചെയ്യുന്നത്, അള്ളാന്റെ തൃപ്തിക്ക് വേറെ എന്തൊക്കെ കാര്യമുണ്ട്, എന്തിനാ ഉളുഹിയത്ത് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ആ പണം വേറെ പാവപ്പെട്ടവർക്ക് കൊടുത്തൂടെ, അതല്ലേ കൂടുതൽ നല്ലത്? എന്തിനാ ഹജ്ജൊക്കെ ചെയ്യണത്, ലക്ഷങ്ങൾ ചെലവഴിച്ച് ആ പണം കൊണ്ട് എത്ര പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാം, അവരുടെ വിശപ്പകറ്റാം എന്ന് പറഞ്ഞ് ഇസ്ലാമിൽ നിശ്ചയിക്കപ്പെട്ട ഇബാദത്തുകളെ സൈഡാക്കിക്കൊണ്ട് ഒരു മാനവികതയുടെ നിലപാട് പറയാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഓരോ രംഗത്തും കൃത്യമായ ചില നിർദ്ദേശങ്ങൾ ഈ ഉമ്മത്ത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അയൽവാസിയാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവരെ ചേർത്ത് നിർത്താൻ സകാത്തുണ്ട്, സ്വതഖയുണ്ട്, ഫിത്ർ സകാത്തുണ്ട്, അതേപോലെ നമ്മുടെ ഫിദയകളുണ്ട്, സാമ്പത്തികമായി കടം നൽകി സഹായിക്കുന്ന സംരംഭങ്ങളുണ്ട്. മുസ്ലിം എന്ന നിലയ്ക്ക് നമുക്ക് അത്തരം ഒരുപാട് മേഖലകളുണ്ട്. ആ മേഖലകളൊന്നും പോരാഞ്ഞിട്ട് ഹജ്ജൊന്നും ചെയ്യണ്ട, ഉളുഹിയത്തൊന്നും ചെയ്യേണ്ട, ആ പണം കൊണ്ട് സ്വരൂപിച്ച് പാവപ്പെട്ടവരെ സഹായിക്കുക എന്ന ആശയം പറയുമ്പോൾ മുസ്ലിം എന്ന് പറയുന്ന 5 വക്ത് നമസ്കരിക്കുന്ന ആളുകൾ പോലും അത് തരക്കെടില്ലല്ലോ എന്ന് പറയുന്ന ശൈലി ചിലപ്പോഴെങ്കിലും കാണാറുണ്ട്. അല്ലാഹ് പറഞ്ഞത് പിൻപറ്റുക, റസൂലുള്ള പറഞ്ഞത് പിൻപറ്റുക. എന്ന ആശയത്തിലുള്ള വിശുദ്ധ ഖുർആനിന്റെ വാചകം, അള്ളാഹു ഒരു വിഷയത്തിൽ ഒരു നിലപാട് പറഞ്ഞാൽ പിന്നെ മറ്റൊരു ഓപ്ഷന് നമുക്കില്ല, അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ആശയമില്ല. അള്ളാഹ് പറഞ്ഞതാണോ അതാണ് ഉജ്ജ്വലം, റസൂലുള്ള കാണിച്ചതാണോ അതാണ് ഉന്നതം എന്ന നിലപാടായിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നത് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഉളുഹിയത്തുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആനിലെ ചില പ്രയോഗങ്ങൾ, വൽ ബുദുന ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാ, ബലിമൃഗം, പ്രത്യേകിച്ച് ഒട്ടകങ്ങൾ, ഒട്ടകത്തെയാണ് അവിടെ ഖുർആൻ പരാമർശിച്ചതെങ്കിലും പൊതുവിൽ ബലികർമ്മത്തിനായി ഉപയോഗിക്കുന്ന ഏത് മൃഗങ്ങൾ, ആട്, മാട്,
ആട്, ഒട്ടകമടക്കമുള്ളത്. അതിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ വാചകം ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാ, അത് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണ്, ആദരിക്കപ്പെടുന്ന ചിഹ്നങ്ങളാണ്. ലക്കും ഫിഹാ ഖൈർ, അതിൽ നിങ്ങൾക്ക് നന്മകളുണ്ട് എന്നാണ്. ഈ ഒരു ബലികർമ്മം, ആ ബലികർമ്മത്തിന്റെ മൃഗങ്ങൾ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണ് എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം. ഇപ്പൊ ബലികർമ്മത്തിന്റെ സമയമാകുമ്പോൾ ചില ആളുകൾ പറയും, വംശനാശം ഉണ്ടാവൂലേ, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് മൃഗങ്ങൾ ചത്തൊടുങ്ങില്ലേ എന്നൊക്കെ ഒരു പ്രകൃതി സ്നേഹവും അതേപോലെ മൃഗസ്നേഹവും ഒക്കെ ചില ആളുകളിൽ ഇങ്ങനെ തികട്ടി വരാറുണ്ട്. ഈ മൃഗങ്ങളെ പടച്ചവൻ അള്ളാഹുവാണ്, ഈ ആവാസ വ്യവസ്ഥ നിശ്ചയിച്ചവൻ അള്ളാഹുവാണ്. മനുഷ്യരോട് റബ്ബൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിന്റെ യുക്തിപരത നോക്കേണ്ടതില്ല. അത് ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ വ്യാഖ്യാനിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹ് പറഞ്ഞതാണോ നമ്മക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അത് നടപ്പിലാക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത. അതല്ലാതെ മുഴുവൻ വിമർശകന്മാരുടെയും കണ്ണുരുട്ടലുകൾക്കനുസരിച്ച് ഇസ്ലാമിനെ കോലം മാറ്റി മോഡിഫൈ ചെയ്യുന്ന, ആൾട്ടർ ചെയ്യുന്ന ഒരു രീതി തികഞ്ഞ വ്യതിയാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമതായി ഈ വിഷയത്തിലുള്ള വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനം ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, ആകയാൽ പെരുന്നാൾ ദിവസം നീ നിന്റെ രക്ഷിതാവിന് വേണ്ടി പെരുന്നാൾ നമസ്കാരം നിർവഹിക്കുകയും വൻഹർ, ആ നമസ്കാരത്തിന് ശേഷം ബലികർമ്മം നിർവഹിക്കുകയും ചെയ്യുക. പെരുന്നാളുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം ഈ രണ്ട് കാര്യങ്ങളാണ്. മൂന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൽ മദീന 10 സിനീൻ, പ്രവാചകൻ മദീനയിൽ 10 വർഷം ജീവിച്ചു. ആ മദീനയിലെത്തിയ ഹിജ്റയ്ക്ക് ശേഷമുള്ള എല്ലാ വർഷവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യുളഹി കുല്ല സന, എല്ലാ വർഷവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉളുഹിയത്ത് നിർവഹിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആലോചനകളിൽ കടന്നു വരേണ്ടത്, നമ്മുടെ ചിന്തകളിൽ കടന്നു വരേണ്ടത് ഈ വിഷയമാണ്. പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഉളുഹിയത്ത് എന്ന ഒരു കർമ്മം അത് നിർവഹിക്കുവാനുള്ള ഒരു സാമ്പത്തിക സുസ്ഥിതിയുണ്ടെങ്കിൽ ആ ഒരു വിഷയത്തെ താല്പര്യപൂർവ്വം സമീപിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെ ഒരു വാചകമുണ്ട്, അനൽ ഉളുഹിയ അഫ്ളലുൻ മിന الصدقة بقيمتها لكونها شعيرة ومنسك في هذا اليوم. ഉളുഹിയ്യത്ത് കർമ്മം, അതിനു വേണ്ടി ചെലവഴിക്കുന്ന സംഖ്യ, ആ സംഖ്യ ദാനം ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠം ഉളുഹിയത്തിൽ കൂടുതലാണ്. കാരണം ഈ ഉളുഹിയത്ത് എന്നത് ഒരു ഇബാദത്താണ്, അള്ളാഹു നിശ്ചയിച്ച ഒരു ശിആർ, ഒരു ചിഹ്നവുമാണ്. അതുകൊണ്ട് ഈ വിഷയത്തെ സ്വതക്കയേക്കാൾ മേന്മയുള്ള, സ്വതക്കയേക്കാൾ പ്രാധാന്യമുള്ള ഒന്നായിട്ടാണ് ഒരാൾ കാണേണ്ടത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഈ വിഷയങ്ങളിൽ വിശദീകരിക്കാറുള്ളത്. ഇപ്പൊ പെരുന്നാൾ ദിവസം നമ്മളിങ്ങനെ കുറച്ച് പണക്ക് അതിനിങ്ങനെ റിസർവ് ചെയ്യാൻ ശ്രമിക്കും. പെരുന്നാളിന് നല്ല ഡ്രസ്സ് ധരിക്കണം, അതേപോലെ പെരുന്നാളിന് നല്ല ഭക്ഷണം കഴിക്കണം, കഴിയുമെങ്കിൽ നല്ല യാത്രകൾ ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ അജണ്ടകളിൽ വരാറുണ്ട്. അതൊക്കെ പെരുന്നാളുമായി ബന്ധപ്പെട്ട സുദിനത്തിന്റെ സന്തോഷങ്ങളാണ്. പക്ഷേ അതിൽ ഏറ്റവും ഉയർന്നു നിൽക്കേണ്ടത്, പ്രയോറിറ്റി നമ്പർ 1 എന്ന നിലയ്ക്ക് നമ്മൾ ഊന്നൽ നൽകേണ്ടത് ഉളുഹിയത്തിൽ പങ്കെടുക്കുക എന്നതിനാണ്. അപ്പൊ ഉളുഹിയത്തിൽ പങ്കെടുക്കാനുള്ള ഒരു ശ്രമം, ഒരു 6000, 8000, ഒരു 10000 ഉറുപ്പ്യന്റെ താഴെ ഉണ്ടെങ്കിൽ നമുക്ക് ഉളുഹിയത്തിലൊക്കെ ചേരാൻ സാധിക്കും. അപ്പോൾ ആ രംഗത്ത് നമ്മളൊരു താല്പര്യം കാണിക്കുക. അതിന് പൈസ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മളെ കുറിച്ച് ആലോചിക്കുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഒരു നേരം കഴിക്കുന്ന ഭക്ഷണം, ടൂർ പോകുമ്പോൾ ചെലവഴിക്കുന്നത്, നമ്മുടെ ഓരോ വിശേഷ സന്ദർഭങ്ങളിൽ നമ്മൾ ചെലവഴിക്കുന്ന പണം, ആ പണം, അതിനൊക്കെ നമുക്ക് പണമുണ്ട്. അള്ളാന്റെ മാർഗത്തിൽ അവന്റെ പ്രീതിക്ക് വേണ്ടി അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ച ഇത്തരം സുന്നത്തുകൾ, ആ സുന്നത്തുകളുടെ വിഷയത്തിൽ നമ്മുടെ ഒരു നിലപാട് എന്ത് എന്ന് ഗൗരവമായി ചിന്തിക്കണം. പിന്നെ ഈ വിഷയത്തിൽ ഒരു കാര്യം
കാര്യം കൂടി. ഇപ്പം ഒരു സുന്നത്തുൽ മുഅക്കദയാണ് ഉളുഹിയത്ത് എന്ന് കരുതി കടം വാങ്ങി ഉളുഹിയത്തിൽ പങ്കെടുക്കേണ്ടതുണ്ടോ? അങ്ങനെ പ്രയാസപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ കടം വാങ്ങി അല്ലെങ്കിൽ കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ വിറ്റ്, മൊബൈൽ വിറ്റ്, സ്കൂട്ടർ വിറ്റ് അങ്ങനൊന്നും ഉളുഹിയത്തിൽ പങ്കെടുക്കേണ്ട. നമുക്കതിനുള്ളൊരു സുസ്ഥിത ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഉളുഹിയത്തിൽ പങ്കെടുക്കാം. എന്നാൽ തന്നെ ഇപ്പം ചില ആളുകൾ റോളിംഗ് സ്വഭാവത്തിലൊക്കെ ഒന്ന് വായ്പ, ഒരു കടം എന്ന് പറയാൻ പറ്റൂല, 2 ദിവസം കഴിഞ്ഞാൽ എൻ്റെ ശമ്പളം വരും, അല്ലെങ്കിൽ എനിക്കുള്ള ആ ബിസിനസ്സിൽ നിന്നുള്ള ഒരു റവന്യൂ വരും, അതുകൊണ്ട് തൽക്കാലം ഒന്ന് റോൾ ചെയ്യാൻ ഒരു 5000 10,000 ഒന്ന് തരണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചില കാര്യങ്ങൾക്കൊക്കെ റോൾ ചെയ്യാറുണ്ട്. അങ്ങനെ റോള് ചെയ്യുന്ന കൂട്ടത്തിൽ ഇതിനു വേണ്ടി ഒരാൾ റോള് ചെയ്യുന്നതിൽ വിരോധമില്ല. പക്ഷെ കടം വാങ്ങി ചെയ്യേണ്ടതല്ല ഉളുഹിയത്ത് എന്നതും നമ്മൾ തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമികമായ വിഷയങ്ങൾ അതിനോട് താല്പര്യമുള്ള അത്തരം പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിൽ ആവേശവും ഇഷ്ടവുമുള്ള ഹബ്ബിബിൽ ഈമാന ഇലൈന എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സമുദായം എന്ന നിലക്ക് ഈമാനികമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുവാൻ ഇഷ്ടമുള്ള താല്പര്യമുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസികും സാനിയൻ ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. നമ്മുടെ നാടുകളിൽ പതിറ്റാണ്ടുകളായി പ്രയാസങ്ങളില്ലാതെ നമ്മുടെ മഹല്ലുകളിലെല്ലാം ഉളുഹിയത്ത് കർമ്മം നിർവഹിക്കപ്പെടാറുണ്ട്. അത്തരം ഉളുഹിയത്ത് കർമ്മങ്ങളുമായി സഹകരിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാവുകയും അള്ളാഹു നമുക്ക് സമ്പത്തെന്ന അനുഗ്രഹം ഇത്തരം നന്മകൾ ചെയ്യാൻ കൂടി അവസരമേകും വിധം സുസ്ഥിതി നൽകിയിട്ടുണ്ട് എങ്കിൽ ഉളുഹിയത്തടക്കമുള്ള നന്മകളിൽ നമ്മൾ ഭാഗവാക്കാകണം എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അതിൻ്റെ കൂടെ ഇപ്പം നമ്മൾ നാട്ടിലുള്ള ഉളുഹിയത്തും അതേപോലെ കേരളത്തിന് പുറത്ത് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലുള്ള ഉളുഹിയത്തുകൾ, ഇങ്ങനെ വ്യത്യസ്ത പ്രൊജക്റ്റുകൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അപ്പം അങ്ങനെ ഇപ്പോൾ ഒരു ബീഹാറിലോ UP-യിലോ ബംഗാളിലോ ഒക്കെയുള്ള ഒരു ഉളുഹിയത്തിൻ്റെ പ്രൊജക്റ്റിൻ്റെ പോസ്റ്ററോ വിവരങ്ങളോ കാണുമ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, അവിടെ ഒരു 3000-4000 രൂപ കൊടുത്താൽ ആ ഉളുഹിയത്തിൻ്റെ ചടങ്ങാട് തീരും, പിന്നെ നമുക്ക് അതുമായി ബന്ധപ്പെട്ടതൊന്നും നോക്കാനില്ല, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ അറവിൽ കൂടെ അല്ലെങ്കിൽ അതിൻ്റെ മാംസം വിതരണം ചെയ്യുക, ആ നിലക്കുള്ള പണികളൊന്നും നമ്മളെ മേൽ ഇല്ല, അതുകൊണ്ട് അതാണ് നല്ലത്, പണവും ലാഭം റിസ്ക്കും കുറവാണ് എന്ന നിലക്ക് അത്തരം പ്രവർത്തനങ്ങളോട് പ്രൊജക്റ്റുകളോട് കൂടുതൽ താല്പര്യം കാണിക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഒന്ന്, ഉളുഹിയത്ത് എന്തിന് എന്നതാണ്. ഉളുഹിയത്ത് ഒരു ഇബാദത്താണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിലെ ചില മുഹൂർത്തങ്ങളുടെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ടാണ് അവിടെ നിന്നങ്ങോട്ട് അള്ളാഹുവിൻ്റെ ദാസന്മാർ ഈ ഒരു ഇബാദത്ത് നിർവഹിച്ചു പോരുന്നത്. എന്നാൽ ഇതൊരു ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ളതല്ല ഉളുഹിയത്ത്. ചില ആളുകൾ അങ്ങനെ മനസ്സിലാക്കിയത്. ഉളുഹിയത്ത് എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അതല്ലെങ്കിൽ വിശക്കുന്നവരുടെ വിശപ്പടക്കാൻ, അതല്ല ഇതിൻ്റെ ഉദ്ദേശം. അതിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് കൂട്ടത്തിൽ ഇതൊക്കെ നടക്കും എന്നതല്ലാതെ ഇതിനു വേണ്ടിയല്ല ഉളുഹിയത്ത് എന്നത് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്ന്, നമ്മൾ ഉളുഹിയത്തിൽ പങ്കെടുക്കുമ്പോൾ 4 മേഖലകളിൽ അതുമായി ബന്ധപ്പെട്ട ചില സുന്നത്തുകളുണ്ട്. ഒന്ന്, ഒരാൾ തൻ്റെ ബലികർമ്മം കഴിയുമെങ്കിൽ അയാളുടെ കരം കൊണ്ട് തന്നെ അറുക്കുക, അയാൾ സ്വയം ആ ബലികർമ്മം നിർവഹിക്കുക എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. രണ്ടാമത്തത്, ആ ബലികർമ്മം നിർവഹിക്കപ്പെടുമ്പോൾ അതിനുള്ള ആടോ മാടോ ഒട്ടകങ്ങളോ ഒക്കെ നിരത്തിവെക്കപ്പെടുമ്പോൾ അവിടെ സാക്ഷിയാവുക എന്നതും അതേപോലെ തക്ബീറുകൾ ചൊല്ലുക എന്നതുമെല്ലാം അതുമായി ബന്ധപ്പെട്ട സുന്നത്താണ്. ആ നിലയ്ക്ക് ആ പ്രവർത്തനത്തിൽ സാക്ഷികളാവുക എന്ന ഒരു സുന്നത്ത് നമ്മുടെ ബാധ്യതയാണ്. മൂന്നാമത്തേത്, ഇതിൻ്റെ വിതരണം, ചോദിച്ചു വരുന്നവർക്കും നമ്മൾ നൽകിയാൽ തൃപ്തിപ്പെടുന്നവരുമായ ആളുകൾ ആ കൂട്ടർക്ക് അത് വിതരണം ചെയ്യണം, അതോടൊപ്പം നിങ്ങൾക്കും കഴിക്കാം എന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ പ്രയോഗം. അപ്പം അതിൻ്റെ വിതരണ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാകുക എന്ന ഒരു നന്മയിൽ സഹകരിക്കുക എന്ന പ്രവർത്തനം, അതിൽ നിന്ന് മാംസം കഴിക്കുക പോലെയുള്ള സുന്നത്തുകൾ കൂടി ഈ ഉളുഹിയത്തിൻ്റെ പ്രവർത്തനങ്ങളിലുണ്ട്. അപ്പം നമ്മൾ ഈ ഉളുഹിയത്തിൽ പങ്കെടുക്കുമ്പോൾ ഈ നിലയ്ക്ക് ഈ പറഞ്ഞ
പറഞ്ഞ 3-4 സുന്നത്തുകൾ കൂടി നമുക്ക് നിർവഹിക്കാൻ നിലനിർത്തുവാൻ സാധിക്കും എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ ഉത്തരേന്ത്യൻ ഉളുഹിയത്ത് പ്രൊജക്റ്റുകൾ മിക്ക സംഘടനകളും അത് ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. അപ്പം അത് നടത്തുമ്പോൾ ഇവിടെ ഒന്ന് ഉളുഹിയത്ത് നടത്തേണ്ട, അവിടെയാണ് ആവശ്യക്കാർ എന്ന നിലയ്ക്ക് അങ്ങോട്ട് പെട്ടെന്ന് കണ്ണടച്ചൊരു പ്രയോറിറ്റി കൊടുക്കല്ല വേണ്ടത്. നമ്മൾ നമ്മുടെ നാട്ടിലുള്ള ഉളുഹിയത്തിൽ പങ്കെടുക്കാനാണ് താല്പര്യം കാണിക്കേണ്ടത്. എന്നാൽ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ചില കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടാവുമ്പോൾ ഉളുഹിയത്ത് കർമ്മം നിർവഹിക്കാൻ ചിലപ്പോൾ പ്രയാസം ഉണ്ടാവും. അപ്പോൾ ഉളുഹിയത്ത് കർമ്മം നിർവഹിക്കാൻ ഒരു നിലക്കും സാധ്യത ഇല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഉളുഹിയത്ത് നടത്തേണ്ടി വരും. അതല്ലെങ്കിൽ അവനവൻ്റെ നാട്ടിൽ ആവശ്യത്തിലധികം ഉളുഹിയത്ത് നടക്കുന്നു. ഒരു വീട്ടിലേക്ക് 10, 15, 20 കിലോ മാംസം കൊടുത്താലും മാംസം ബാക്കിയാകുന്ന അവസ്ഥ അത്രമാത്രം സുലഭമായി ഒരു മഹലിൽ തന്നെ 100 കണക്കിന് മാടുകളെ അറുക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ നമുക്ക് പരിസരത്തുള്ള താരതമ്യേന ദുർബലമായ മഹല്ലുകളിലേക്ക് നമ്മുടെ വിഹിതങ്ങൾ നൽകാം. അതല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള നമ്മുടെ നാടിന് പുറത്തുള്ള ഇതര സംസ്ഥാനങ്ങളിലെ പ്രൊജക്റ്റുകൾക്ക് നമുക്ക് നൽകാം. അതേപോലെ ഒരാൾക്ക് ഒന്നിലധികം ഉളുഹിയത്തിൽ പങ്കെടുക്കാനുള്ള സാമ്പത്തിക ശേഷിയുണ്ടെങ്കിൽ അയാൾക്ക് ഒന്ന് നാട്ടിലും ഒന്ന് മറ്റുള്ള സ്ഥലത്തും ആ രീതിയിലൊക്കെ ഇത്തരം ഉളുഹിയത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുക എന്നതല്ലാതെ നാട്ടിലെ ഉളുഹിയത്തിൽ പങ്കെടുക്കാതെ നാട്ടിലത്തെ ഉളുഹിയത്തിനെ കുറിച്ച് ചിന്തിക്കാതെ ഒരു ഇവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിക്കുന്ന ലാഘവത്തോടു കൂടി ഒരു ഗൂഗിൾ പേയിലോ ഫോൺ പേയിലോ ഇത് ചെയ്താൽ ഇനിയിപ്പോൾ ഒന്ന് നോക്കണ്ടല്ലോ എന്ന നിലക്ക് റിസ്ക് ഒഴിവാക്കുന്ന രൂപത്തിൽ ഈ ഒരു ഇബാദത്തിനെ നിസാരവൽക്കരിക്കുന്ന ഒരു സമീപനം നമ്മൾ സൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ രംഗത്തും മതം അനുശാസിക്കുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളണം എന്ന നിഷ്കർഷതയോടുകൂടി ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, വിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും ഉത്തമ തലമുറ എങ്ങനെ ജീവിതത്തിൽ പകർത്തി ഉൾക്കൊണ്ടുവോ ആ മാനദണ്ഡത്തിൽ ദീനിനെ അറിഞ്ഞ് പഠിച്ച് ഉൾക്കൊള്ളുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. ശിർക്ക് ബിദ്അത്തുകളുടെ ഹറാമിൻ്റെ ദുർമാർഗങ്ങളിൽ നിന്ന് അകലം പ്രാപിച്ചുകൊണ്ട് ജീവിക്കുവാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കൂട്ടത്തിൽ പലതരം പ്രയാസങ്ങളും വിഷമതകളും സംഘർഷങ്ങളും അഭിമുഖീകരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഏവരുടെയും ജീവിതത്തിൽ ആഫിയത്തും ശിഫയും റഹ്മത്തും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിലെ ഹലാലായ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പൂവണിയുന്ന ദുനിയാവിൻ്റെ ഹസനത്തുകൾ അനുഭവിക്കുവാനും ആസ്വദിക്കുവാനുമുള്ള സാഹചര്യം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ഇസ്ലാമികമായ പ്രവർത്തനങ്ങൾ നിഷ്ഠയോടുകൂടി നിർവഹിക്കുന്നതോടൊപ്പം ഹറാമല്ലാത്ത ഭൗതിക ജീവിതത്തിൻ്റെ സന്തോഷങ്ങളും ആനന്ദങ്ങളിലും മുന്നോട്ട് പോകുവാൻ സ്വസ്ഥതയോടെ നിർഭയത്വത്തോടെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ ജീവിതോപാധികളിൽ കുടുംബങ്ങളിൽ ബന്ധങ്ങളിൽ ഞങ്ങൾക്ക് നീ ഇണക്കവും സന്തോഷവും ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കണമേ. രാജ്യത്തിനകത്തും പുറത്തും മുസ്ലിമീങ്ങളായതിൻ്റെ പേരിൽ പീഡിതരായി കഴിയുന്ന 10,000-കണക്കിന് ആളുകളുണ്ട്. ഫലസ്തീൻ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇന്നും രോദനങ്ങളും നൊമ്പരങ്ങളുമായി കഴിയുന്ന 10,000-ങ്ങളുണ്ട്. അല്ലാഹുവേ, അവരുടെ ജീവിതത്തിൽ സന്തോഷവും ശാശ്വതമായ പരിഹാരവും നിർഭയത്വവും നൽകി അവർക്കും ഞങ്ങൾക്കും ഇസ്സത്തോടു കൂടി ജീവിക്കുവാനുള്ള മഹാ അനുഗ്രഹം നൽകി ഞങ്ങളെ ഇസ്സത്തുള്ളവരായി ജീവിക്കാൻ അനുവദിക്കണമേ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ من لا يرحمنا ولا يخافك فينا. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.